ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 24 വാരം തിങ്കൾ. ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നാം വചനവിചിന്തനം നടത്തുന്നത്. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നമ്മളോട് ഇപ്രകാരം പറയാറുണ്ട്: തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ല സ്വഭാവമുള്ള കൂട്ടുകാരനെ കാണിച്ചിട്ട് അവനെ കണ്ടു പഠിക്കുവിൻ എന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം നമ്മളിലില്ലാത്ത നല്ലൊരു ക്വാളിറ്റി അവനിൽ ഉള്ളതുകൊണ്ടും അതുകൊണ്ട് അവനെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടുമായിരിക്കും. ഇപ്രകാരം ഈശോ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നല്ലൊരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. അത് ഒരു ശതാധിപനാണ്. എന്തുകൊണ്ടാണ് ഈശോ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് മാതൃകയായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചാൽ, സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്ന 3 പ്രധാനപ്പെട്ട നല്ല ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ ഒരു വിജാതീയനാണ്. അദ്ദേഹം റോമൻ പട്ടാളത്തിന്റെ 100 പേരടങ്ങുന്ന സൈന്യത്തിന്റെ അധികാരിയാണ്. അങ്ങനെ സമൂഹത്തിൽ ഒത്തിരി നിലയും വിലയുമുള്ള ഒരു വ്യക്തി. എന്നാൽ യേശു അദ്ദേഹത്തിൽ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ വിശേഷപ്പെട്ട ചില ഗുണങ്ങളെ പറ്റിയാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ ഗുണമാണ് ഹൃദയ വിശാലത എന്നുള്ളത്. അദ്ദേഹം തൻ്റെ ഒരു ഭൃത്യന് അല്ലെങ്കിൽ തൻ്റെ ഒരു ദാസന് ഒരു രോഗം വന്നപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി യാചിക്കുവാൻ യേശുവിൻ്റെ മുൻപിലേക്ക് മറ്റു ചിലരെ പറഞ്ഞഴക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇദ്ദേഹം നേരിട്ട് യേശുവിൻ്റെ മുമ്പിൽ വന്ന് യാചിക്കുന്നതായിട്ടാണ്. ഒന്നോർത്ത് നോക്കിയാൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ഒരു വേലക്കാരന്, തൻ്റെ ഒരു ദാസനൊരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദാസന്റെ ഒരു പ്രത്യേക ആവശ്യം തൻ്റെ തന്നെ ആവശ്യമായി കണ്ടുകൊണ്ട് യേശുവിന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കാണിച്ച ആ ഒരു ധൈര്യവും ധീരതയും, അതുപോലെ നല്ലൊരു മനസ്സും ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹൃദയ വിശാലതയുടെ വലിയ അടയാളമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഗുണം കരുണ എന്നുള്ള ഗുണമാണ്. ഈ ശതാധിപൻ തൻ്റെ ദാസന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ, തളർവാദം വന്നപ്പോൾ അദ്ദേഹത്തെ കിടത്തിയത് തൻ്റെ തന്നെ ഭവനത്തിലാണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് അദ്ദേഹത്തിന്റെ ഭവനത്തിലോട്ട് പറഞ്ഞു വിടാമായിരുന്നു. എന്നാൽ തൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തെ നിർത്തി നേരിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ആ സേവകനെ ശുശ്രൂഷ ചെയ്യുവാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. അതായത് അതിയായ കരുണ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ. അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ഈ ഒരു ദാസന്, ഈ ഒരു ശതാധിപൻ, ആ ഒരു നേതാവ് നൽകുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഗുണം എളിമ എന്നുള്ളൊരു ഗുണമാണ്. കാരണം അദ്ദേഹം യേശുവിൻ്റെ മുമ്പിൽ വന്ന്, അല്ലെങ്കിൽ യേശുവിൻ്റെ മുൻപിലേക്ക് തൻ്റെ സേവകരെ പറഞ്ഞു വിട്ടിട്ട് പറയുന്നു: നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യന് സുഖപ്പെട്ടുകൊള്ളൂ. ഇത്ര ഒരു ജനസമൂഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശതാധിപൻ, ഒരു വിജാതീയനായ ഒരു വ്യക്തി, യഹൂദരുമായിട്ടൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ സാധ്യതയില്ലാത്തൊരു വ്യക്തി, യേശുവിൻ്റെ മുൻപിൽ തൻ്റെ തന്നെ ആ ഒരു വലിപ്പം മറന്നുകൊണ്ട് എളിമയോടുകൂടെ വന്ന് മുട്ടിന്മേൽ നിൽക്കുന്നതായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ മറ്റൊരു ഗുണം എളിമ. ദൈവത്തിൻ്റെ മുൻപിൽ എളിമയോടെ വ്യാപരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രിയമുള്ളവർ, ഈ 3 ഗുണങ്ങൾ, ഹൃദയവിശാലത, കരുണ, എളിമ, ഇവ 3 നമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, അങ്ങനെ യേശു ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഗുണത്തെ പുകഴ്ത്തിയതുപോലെ ഈ ഗുണങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെയും കുറച്ചും കൂടി നല്ലൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.